പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാമയുടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ അജാമിളോപാഖ്യാനം എന്ന 22ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകമാണ് അവതരിപ്പിക്കുന്നത്. ഭവന്തു പാപാനി കഥം ദു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതിം കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഭവന്തി പാപാനി കഥം തു നിഷ്കൃതേ കൃതഃ അഭി വിഭോ ദണ്ഡനം അസ്തി പണ്ഡിതാഃ ന നിഷ്കൃതിഃ കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ പണ്ഡിതാഃ പാപാനി ഭവന്തു നിഷ്കൃതേ കൃതേ അഭി കഥം ദണ്ഡനം അസ്തി ഭവാദൃശാം നിഷ്കൃതിഃ കിം ന വിദിതാ ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ. യമകിങ്കരന്മാരോട് വിഷ്ണു പാർഷദന്മാർ ഇപ്രകാരം പറയുവാൻ ആരംഭിച്ചു. അല്ലയോ പണ്ഡിതന്മാരെ, പാപങ്ങളുടെ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്രകാരം പ്രായശ്ചിത്തം ചെയ്തിട്ടും ശിക്ഷയാണോ വിധിക്കുന്നത്? നിങ്ങളുടെ ആളുകൾക്ക് പ്രായശ്ചിത്തം എന്താണെന്ന് അറിയില്ലേ? അല്ലയോ മഹാപ്രഭുവായ വിഷ്ണു ഭഗവാനെ, ഇപ്രകാരം അങ്ങയുടെ പാർഷദന്മാർ യമകിങ്കരന്മാരെ അറിയിച്ചു. നമസ്തേ.